തോളിലേക്ക് അരസ്പർശം അറിഞ്ഞ് പെട്ടെന്ന് ഭാമ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി കുട്ടി? വൈദ്യൻ ഭാമയുടെ മുഖത്തെ ഭാവം കണ്ട് ചോദിച്ചു. അവൾ എന്തു മറുപടി പറയണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൾ ആംഗ്യ ഭാഷയിലൂടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. ഇപ്പൊ ഒന്നും പറയണ്ട, കുറച്ചു നേരം കഴിയട്ടെ. ദാ ആദ്യം ഈ വെള്ളം കുടിക്ക്. അവൾ വൈദ്യൻ നീട്ടിയ വെള്ളം വാങ്ങി കുടിച്ചു കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇനി പറയൂ, കുട്ടിക്ക് എന്താ പെട്ടെന്ന് പറ്റിയത്? അത് വിനുവേട്ടൻ്റെ കയ്യിലെ വിരലുകൾ അനങ്ങിയതുപോലെ തോന്നി. അവളെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് സംശയം തോന്നി. പിന്നെ കുട്ടി തന്നെ പറയട്ടെ എന്ന് കരുതി. ഇയാളുടെ ബോഡി മരുന്നുകളുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയതിൻ്റെ ആദ്യ ലക്ഷണമാണെന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ സാമീപ്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായിരുന്നു വേണ്ടത്. ഇനി ഞാൻ ഉറപ്പ് പറയുന്നു, 1 വർഷത്തിനകം ഇയാൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരും. സത്യമാണോ? എൻ്റെ വിനുവേട്ടൻ മടങ്ങി വരുമല്ലോ? വരും. കുട്ടിയുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. പിന്നെ ഇപ്പോൾ ഒന്നും ആരെയും അറിയിക്കേണ്ട. സമയമാകട്ടെ, അപ്പോൾ പറയാം. കുട്ടി പോയിക്കോളൂ, ഇന്നത്തെ ചികിത്സ തുടങ്ങാൻ സമയമായി. ഭാമ വേഗം പുറത്തേക്കിറങ്ങി നേരെ കുളത്തിനടുത്തേക്ക് പോയി. അവൾ സ്ഥിരമായിരിക്കുന്ന കൽപ്പടവിലേക്ക് അവളിരുന്നു. മനസ്സിൽ ആദ്യം സങ്കടമാണോ അതോ സന്തോഷമാണോ വന്നു നിറയുന്നത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക്. അവൾ വയറിലേക്ക് കൈവച്ചു. നിങ്ങളുടെ അച്ഛൻ ഉടനെ മടങ്ങി വരും. നിങ്ങളുടെ പിറവി അച്ഛനുള്ള പൊതുജീവിതമാണ്. അവൾ തേങ്ങിക്കരഞ്ഞു. എത്ര നേരം അവിടെ അങ്ങനെ ഇരുന്നെന്നറിയില്ല അവൾക്ക്. ഇടയ്ക്ക് ഭാമയെന്നുള്ള വിളിയാണ് ചിന്തകളിൽ നിന്ന് അവളെ ഉണർത്തിയത്. അവൾ എണീറ്റ് വീട്ടിലേക്ക് നടന്നു. മോളിത് എവിടെ പോയതാ? ഭാമയെ കണ്ടതും സുധ വെപ്രാളത്തോട് ചോദിച്ചു. എവിടെയെല്ലാം അന്വേഷിച്ചു കുട്ടി, നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അതമ്മേ, ഞാൻ കുളത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ 2 കെട്ട സമയത്താ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുന്നേ. വാ. സുധ അവളെയും കൂട്ടി അകത്തേക്ക് കയറി. നീ എവിടെയായിരുന്നു മോളെ? ജയഭാമയെ കണ്ടതും പരിഭവത്തോട് ചോദിച്ചു. ഞാൻ പുറത്തുണ്ടായിരുന്നു അമ്മേ. നിനക്ക് വിശക്കുന്നില്ലേ കുട്ടി? രാവിലെ മുതലൊന്നും കഴിച്ചില്ല. 2 പേരെ വയറ്റിലുള്ളത്. അവർക്ക് സമയത്തിന് വല്ലതും കൊടുക്കണം. നീ കഴിക്കുന്നതാ കുട്ടികൾക്ക് കിട്ടുന്നത്. അവർ ഭാമയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അവൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എണീറ്റ് പോയി. ഉച്ചയ്ക്ക് ശേഷം അവൾ അച്ഛനെയും കൂട്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. മോളെ, ഞാൻ വാങ്ങിത്തരാമായിരുന്നല്ലോ. ഷോപ്പിൽ നിന്നും ഇറങ്ങിയതും അശോകൻ അവളോട് ചോദിച്ചു. അതച്ഛാ, ഇത് ഞാൻ വാങ്ങേണ്ട സാധനമായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനമെല്ലാം എനിക്ക് മനസ്സിലാകണമായിരുന്നു. അവൾ കയ്യിലിരുന്ന സാധനം ഉയർത്തി കാണിച്ചു പറഞ്ഞു. ഇതിനെന്താ മോളെ 2 എണ്ണം? നമ്മുടെ വീട്ടിലേക്കാണോ? ഇത് വീട്ടിലെ ആവശ്യത്തിനല്ല അച്ഛാ. പിന്നീട് ഞാൻ വിശദമായി പറയാം. രാവിലെ ഭാമ സ്കൂളിൽ ചെന്നിട്ട് നേരെ പ്രിൻസിയുടെ റൂമിലേക്ക് ഒപ്പിടാനാണ് പോയത്. സർ? അല്ല, ആരിത്? ഭാമയോ? ഞാൻ ഒപ്പിടാൻ. ദാ ഭാമ ഒപ്പിടൂ. അയാൾ ഹാജർ ബുക്ക് അവൾക്ക് നേരെ നീട്ടി. അവൾ ഒപ്പിടാനായി പേന കയ്യിലെടുത്തു. ഒപ്പിടുന്ന സമയത്ത് കൃത്യമായി ടൈം കൂടെ വയ്ക്കണം. പെട്ടെന്ന് അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. അല്ല സർ, ഇത് കംപ്ലൈൻ്റ് ആണോ? ഞാനാണെ വാച്ചും എടുക്കാൻ മറന്നുപോയി. അത് കേടായി ഭാമേ. ഇനി പുതിയൊരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിക്കും, പിന്നങ്ങ് മറന്നു പോകും. ഒരു 100 കൂട്ടം കാര്യമില്ലേ? സാറിന് വിരോധമില്ലെങ്കിൽ ഞാനൊരെണ്ണം കൊണ്ടുവരട്ടെ. വീട്ടിൽ 2-3 എണ്ണം ഇരിപ്പുണ്ട്. വെറുതെ ഇരുന്ന് കേടാവുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇരിക്കുന്നതല്ലേ. ഉപയോഗിക്കാത്തത് ഇരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവാ ഭാമേ. ഞാൻ വാങ്ങാൻ എന്നും മറന്നു പോകുക. ഞാൻ നാളെ കൊണ്ടുവരാം സാറേ. പിന്നെ ഇപ്പോൾ സാറിൻ്റെ വാച്ചിൽ നോക്കി സമയം പറഞ്ഞു തന്നാൽ മതി. അയാൾ വാച്ചിൽ നോക്കി കൃത്യമായി സമയം പറഞ്ഞു കൊടുത്തു. അവൾ ഒപ്പിട്ട് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പുറത്തേക്കിറങ്ങി. ഒന്ന് നേരെ ശ്വാസം വിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി. എല്ലാവരെയും കണ്ട് സംസാരിച്ചപ്പോൾ ബെല്ലടിച്ചു. പിന്നെ അവൾ ക്ലാസ്സിലേക്ക് പോയി. പിറ്റേന്ന് അവൾ മറക്കാതെ 2 ക്ലോക്കുമായി അവൾ സ്കൂളിലേക്ക് വന്നു. എല്ലാവരും എത്തുന്നതിന് കുറച്ചു മുന്നേ തന്നെ അവൾ എത്തിച്ചേർന്നു. ആ മധുചേട്ടാ, ഇത് പ്രിൻസ് ഇന്നലെ വാങ്ങാൻ പറഞ്ഞതാണ്. അവൾ ക്ലോക്ക് അയാൾക്ക് നേരെ നീട്ടി. മധു അവിടുത്തെ പിയൂണാണ്. ഇതെവിടെ വെക്കാനാ ടീച്ചറെ? ഒന്ന് പ്രിൻസിയുടെ റൂമിലും പിന്നെ ഒന്ന് നമ്മുടെ സ്റ്റാഫ് റൂമിലും വെക്കണം ചേട്ടാ. ഭാമ അയാളെയും കൊണ്ട് പ്രിൻസിയുടെ റൂമിലേക്ക് പോയി. പഴയ ക്ലോക്ക് എടുത്തു മാറ്റി അവിടെ പുതിയ ക്ലോക്ക് വെപ്പിച്ചു. വാതിൽക്കര വരുന്നവർക്കും പിന്നെ പ്രിൻസി ഇരിക്കുന്നതിന് നോക്കിയും കൃത്യമായി കാണാമെന്ന് ഭാമ ഉറപ്പുവരുത്തി. അതിനുശേഷം സ്റ്റാഫ് റൂമിൽ എല്ലാവരെയും കാണുന്ന തരത്തിൽ മറ്റേതിനെയും വെപ്പിച്ചു. അവിടെ ഇരുന്ന കൃത്യമായി എല്ലാവരും കാണുന്ന തരത്തിലാണ് വെപ്പിച്ചത്. മധു പോയി കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ടീച്ചർമാരെല്ലാം എത്തി. ചുമരിലെ ക്ലോക്ക് കണ്ട് എല്ലാവർക്കും അതിശയം തോന്നി. അല്ല, നമ്മുടെ പ്രിൻസിക്ക് ഇത് എന്തു പറ്റി? പിശുക്കനായിരുന്നല്ലോ. മഞ്ജു ടീച്ചർ ഭാമയെ നോക്കി ചോദിച്ചു. ഞാൻ വന്നപ്പോൾ മധുചേട്ടൻ കൊണ്ട് വെച്ചിട്ട് പോയതാ. സത്യം പറയാലോ ഭാമേ,
പിശക്കനാ പ്രിൻസി. അത് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. നമ്മുടെ പ്രിൻസിക്ക് നല്ല മാറ്റമുണ്ട്. ഒരു മാറ്റം എല്ലാവർക്കും നല്ലതല്ല ടീച്ചറെ? ബാമ മഞ്ജു ടീച്ചറെ നോക്കി ചോദിച്ചു. അത് ശരിയാ, മാറ്റം എല്ലാവർക്കും നല്ലത് തന്നെയാ. മാസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഇപ്പോൾ ബാമയ്ക്ക് ഏകദേശം 9 മാസം അടുക്കുന്നു. വിനുവിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ അതിനുശേഷം ഉണ്ടായില്ല. ബാമ എന്നും വിനുവിൻ്റെ അടുത്ത് പോയി കൈയെടുത്ത് വയറിന്മേൽ വയ്ക്കും. മക്കളുടെ അനക്കം അവനും അച്ഛൻ്റെ സാമീപ്യം മക്കളും അറിയണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. വിനുവിൻ്റെ ചികിത്സ ഏകദേശം കഴിയാറായി. വൈദ്യനും പ്രതീക്ഷയെല്ലാം കൈവിട്ട് പോയ പോലെ ആയിരുന്നു. പ്രതീക്ഷയുടെ തിരുനാളമെല്ലാം മനസ്സുകളിലും കെട്ടുപോയിരുന്നു. ഇനിയുള്ള ജീവിതം പ്രതീക്ഷകളൊന്നും വെക്കണ്ടെന്ന് വൈദ്യൻ എല്ലാവരെയും അറിയിച്ചു. എന്നാൽ ബാമയുടെ മനസ്സിൽ അവൻ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. ബാമയ്ക്ക് ഇതുവരെയും സ്കൂളിലെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി എൻ്റെ നീക്കങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയതായിരിക്കുമോ എന്ന് ബാമയ്ക്ക് സംശയം തോന്നാതിരുന്നില്ല. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എങ്കിതിനു മുന്നേ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുമായിരുന്നു. അവൾ മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. സ്കൂളിൽ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം നടക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ. അതിനാൽ ബാക്കി കുട്ടികൾക്കെല്ലാം അവധിയായിരുന്നു. ഓരോ ദിവസവും 5 ടീച്ചർമാർക്കാണ് ഡ്യൂട്ടി വരുന്നത്. ബാമയ്ക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ക്ലോക്കിൽ വെച്ചിരിക്കുന്ന വോയിസ് റെക്കോർഡ് ചെക്ക് ചെയ്യുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് ആ ശബ്ദം ബാമയുടെ കാതിലേക്ക് എത്തിയത്. സർ, അല്ല ഇത് അഞ്ജനയോ? കയറി വാ. സർ, എന്തിനു വിളിപ്പിച്ചത്? എക്സാമൊക്കെ എങ്ങനെ പോകുന്നു അഞ്ജനെ? കുഴപ്പമില്ല സർ. 10ാം ക്ലാസ് ആണെന്ന് ഓർമ്മ വല്ലതും ഉണ്ടോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടിയെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പോൾ കുട്ടി ഇങ്ങനെ മാർക്ക് വാങ്ങിച്ചാൽ മതിയോ? അല്ല സർ, ഞാൻ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് കുട്ടിയുടെ വിശ്വാസമല്ലേ? പേപ്പർ നോക്കിയാൽ ഞങ്ങൾക്കും കൂടെ അതും തോന്നണ്ടേ? ഇല്ല സർ, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് എക്സാം എഴുതിയത്. ഇതാരായിരിക്കും അഞ്ജനയോട് സംസാരിക്കുന്നത്? അഞ്ജന വിനുവേട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. പഠിക്കാൻ മിടുക്കി. അച്ഛന് കൂലിപ്പണി. അടുത്ത 10ാം ക്ലാസ്സിലെ ഏക പ്രതീക്ഷ അവളിലാണ്. അവൾ നല്ല രീതിയിൽ തന്നെയാണ് മോഡൽ എക്സാം എഴുതിയത്. ഞാൻ കണ്ടതല്ലേ അവളുടെ പേപ്പർ. പിന്നെന്താ ഇങ്ങനെ? ബാമ വീണ്ടും വോയിസ് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല കുട്ടി. ഈ സ്കൂളിലെ വിജയം കുട്ടിയുടെ കയ്യിലാണ്. ഇങ്ങനെ മാർക്ക് വാങ്ങിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യും. അവരുടെ പ്രതീക്ഷയും നീയല്ലേ? കുട്ടി വീട്ടിൽ പോയി അച്ഛനോട് വരാൻ പറയണം. ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. അയ്യോ സർ, എൻ്റെ അച്ഛൻ അറിഞ്ഞ സങ്കടാവും. ഞാൻ നല്ല രീതിയിൽ എഴുതിക്കൊള്ളാം സർ. അത് പറഞ്ഞാൽ പറ്റില്ല. നാളെ വരുമ്പോൾ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. മകളുടെ പഠിത്തം അവർ കൂടെ അറിയട്ടെ. സർ പ്ലീസ് സാർ, അവരെ അറിയിക്കല്ലേ. ഞാൻ ഫുൾ മാർക്ക് വാങ്ങിച്ചോളാം. കുട്ടി ഒന്ന് ഓർക്കണം, ഇവിടെ മാർക്കിടുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ വിചാരിച്ച കുട്ടിക്ക് ഫുൾ A+ വാങ്ങിക്കാം. കുട്ടിയെ തോൽപ്പിക്കണമെങ്കിലും ഞങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞാൻ പറയുന്നത് പോലെ കേൾക്കുവാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങി 10ാം ക്ലാസ് അഞ്ജനയ്ക്ക് ജയിക്കാം. ഇല്ലെങ്കിൽ ഞാൻ തോൽപ്പിക്കും. സർ പ്ലീസ്, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടോളാം. എങ്കിൽ നാളെ എക്സാം കഴിഞ്ഞ് അഞ്ജന ആരും കാണാതെ ഗ്രൗണ്ടിൽ പോയി നിൽക്കണം. എല്ലാവരും പോയി കഴിഞ്ഞതിനു ശേഷം സ്റ്റാഫ് റൂമിലേക്ക് വരണം. പിന്നെ ആരും അറിയരുത്. നാളെ കഴിഞ്ഞ് അഞ്ജന എഴുതുന്ന പരീക്ഷയെല്ലാം വൻ വിജയമായിരിക്കും. ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും. മറക്കരുത്. ഞാൻ വരാം സർ. പൊക്കോ. അപ്പം നാളെ പൊളിക്കല്ലേ സാറേ? പിന്നല്ലാതെ. ഇത്രയും നാളും എല്ലാം ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞ 2 പേരെയും നമ്മൾ തുടച്ചു നീക്കി. അവനെങ്ങാനും ഇനി എണീറ്റാലോ? എവിടുന്ന സാറേ? അവനിനി എണീക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അവനധികം തിന്നാത്തൊരു നിധി അവൻ്റെ കൂടെയുണ്ടെന്ന് സാർ ഓർക്കണം. അവളുടെ പ്രസവമൊക്കെ കഴിയുമ്പോൾ അവൾ ഒന്നുകൂടെ അങ്ങ് കൊഴുക്കും. പതുക്കെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരണം. ഞാനും അത് തന്നെയാണ് മനസ്സിൽ കണക്കൂട്ടി വച്ചിരിക്കുന്നത്. അവളെ കണ്ട അന്ന് മുതൽ ഞാൻ മനസ്സിൽ കണക്കൂട്ടിയതാ, ഒരു തവണയെങ്കിലും ഒന്ന് അനുഭവിക്കണമെന്ന്. അതിനെല്ലാം വിലങ്ങായി നിന്നത് അവനായിരുന്നു. കണ്ടില്ലേ ഇപ്പോൾ അവൻ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത്? അവൻ എണീക്കാത്തിടത്തോളം കാലം ഇതാരും അറിയാനും പോകുന്നില്ല. ഇനി എണീറ്റാൽ മറ്റവൻ്റെ വിധി തന്നെയായിരിക്കും അവനും. ബാമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾക്ക് എന്തെന്നില്ലാത്ത അറപ്പ് തോന്നി. ഒന്നും അറിയാത്ത ആ പാവം കുഞ്ഞുങ്ങൾ. അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്ന് ആ കുട്ടി മരിച്ചതും 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാമിനായിരുന്നു. ഇപ്പോൾ വീണ്ടും. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? ആരോട് പറയും? ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് അറിയാനും പറ്റുന്നില്ല. ഒരാളുടെ സംസാരം ഞാൻ എവിടെയോ നല്ല പരിചയമുള്ളതുപോലെ. നാളെ ആ കുഞ്ഞിൻ്റെ വിധി എന്താകും? സമ്മതിക്കില്ല ഞാൻ. ഒന്നിനെയും വെറുതെ വിടില്ല. ആരായാലും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അവൾ എണീറ്റ് വിനുവിൻ്റെ അടുത്തേക്ക് പോയി. വിനുവേട്ടാ. അവൾ അവൻ്റെ അടുത്തായിരുന്നു.
അവൾ കേട്ട കാര്യങ്ങളെല്ലാം അവനോടായി വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. നാളെ എൻ്റെ ജീവിതത്തിലെ വിധിയെഴുത്താണ്. ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ ആ കള്ളന്മാർ. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഇങ്ങനെയെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലെ പെൺകുട്ടികൾ ചതിക്കപ്പെടാൻ പാടില്ല. വീട്ടുകാർ വിശ്വാസത്തോടെയല്ലേ സ്കൂളിലേക്ക് വിടുന്നത്. തിരിച്ചു മക്കൾ ഒരു പോറൽ പോലും ഏൽക്കാതെ വീട്ടിലെത്തുന്നത് വരെ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ നീറ്റലായിരിക്കും. പഠിപ്പിക്കുന്ന അധ്യാപകരിലെ വിശ്വാസമല്ലേ അത്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ? തിരിച്ചു ചെല്ലുന്ന മക്കളെയും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ തകർന്നു പോകില്ലേ അവർ? നാളെ ഞാൻ ഇതിനൊരവസാനം കണ്ടെത്തിയിരിക്കും. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഈ തെളിവ് മാത്രം വെച്ച് അവരെ വെളിച്ചത് കൊണ്ടുവരാനും പറ്റില്ല. ജനങ്ങൾ നേരിട്ട് തന്നെ കാണണം. എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നാളെ ആ കുട്ടി അവർക്ക് ഇരയാകാൻ പാടില്ല. ഞാൻ രക്ഷിച്ചിരിക്കും. ബാമ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. ബാമ രാവിലെ നല്ല ആശങ്കയിലായിരുന്നു. അച്ഛനോട് പറയണോ? പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ഇന്ന് സ്കൂളിൽ വിടില്ല. പോലീസിൽ അറിയിച്ച അവർ അവരെ കയ്യിലെടുക്കും. വിനുവേട്ടൻ്റെ കേസ് പോലെ എങ്ങും എത്താതെ നിൽക്കും. അതുണ്ടാകാൻ പാടില്ല. തെളിവ് സഹിതം എല്ലാവരും അറിയണം. കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തുന്ന നരഭോഗികളായ അവരെ ഇന്ന് പുറം ലോകം മനസ്സിലാക്കണം. മോളെന്താ ആലോചിച്ച് നിൽക്കുന്നേ? ബാമയുടെ നിൽപ്പ് കണ്ട് ഹാളിലേക്ക് വന്ന അശോകൻ ചോദിച്ചു. സ്കൂളിലേക്ക് പോകാൻ ബാഗുമെടുത്തിറങ്ങിയതായിരുന്നു ബാമ. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നത്. ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവില്ലെന്ന്. ഇന്നെൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. മോളെ, അശോകൻ ബാമയെ കുലുക്കി വിളിച്ചു. അവൾ ഞെട്ടി അച്ഛനെ നോക്കി. മോൾക്ക് എന്തെങ്കിലും വയ്യായികളുണ്ടോ? മുഖമാകെ വിളറിയിരിക്കുന്നു. നല്ല പോലെ വിയർക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് ബാമ ആ കാര്യം ഓർമ്മിച്ചത്. രാവിലെ മുതൽ ഒരു വയ്യായിക പോലെ. ഇടക്കടി വയറ്റിലൊരു കൊളുത്തിപ്പിടി. ഡോക്ടർ തന്ന ഡേറ്റ് ആകാൻ ഇനിയും ദിവസമുണ്ട്. അതുകൊണ്ട് അവൾ അത് കാര്യമാക്കിയില്ല. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ 3 മാസത്തേക്ക് ഞാൻ ലീവാണ്. ഞാൻ പോയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ. ഈ രഹസ്യം അറിയാവുന്ന ഏക വ്യക്തി ഞാനാണ്. മറ്റൊരാളോട് പറയാനും പറ്റില്ല. ആ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല. മോളെ, നിനക്ക് ഇനിയെങ്കിലും ലീവ് എടുത്തൂടെ? ഇന്നൊരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അച്ഛാ. അത് കഴിയുമ്പോൾ അച്ഛൻ്റെ പേരക്കുട്ടികളെ ഞാൻ ഈ കയ്യിലോട്ട് വെച്ചു തരും. അതുപോരെ? മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി വന്ന് നിറയുന്നു മോളെ. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകും പോലെ. ഒന്നും സംഭവിക്കില്ല അച്ഛാ. അതൊക്കെ നമ്മുടെ മനസ്സിലെ പേടിയല്ലേ. ഞാൻ പോയിട്ട് വരാം. അവൾ അച്ഛനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നു. എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ടും മനസ്സിൽ കണക്ക് കൂട്ടി. എക്സാം 12:30 കഴിയും. ഏകദേശം 1 മണിയോടടുപ്പിച്ച് കുട്ടികളെല്ലാവരും സ്കൂളിൽ നിന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മണിക്ക് ബാക്കി ടീച്ചർമാരെല്ലാവരും പോകും. പിന്നെ അവൾ ഒന്ന് തിരിഞ്ഞു. അച്ഛാ. എന്താ മോളെ? ഒരു 2:30 കഴിയുമ്പോൾ അച്ഛൻ സ്കൂളിലേക്കൊന്ന് വരുമോ? എനിക്ക് പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടതല്ലേ. അതിനു വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഞാൻ വരാം മോളെ. അവൾ ബാഗിൻ്റെ ചെറിയ അറയിലേക്ക് കൈയിട്ടൊരു മെമ്മറി കാർഡ് എടുത്തു. അച്ഛാ, ഇതൊരു 2 മണി കഴിയുമ്പോൾ അച്ഛൻ്റെ ഫോണിലിടണം. എന്നിട്ട് ഇതിലെ വോയിസ് ഉണ്ട്. അച്ഛനത് കേൾക്കണം. എന്നിട്ട് അച്ഛനപ്പോൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. അതുവരെ ഇത് ഓൺ ചെയ്യരുത്. ഇതെന്താ മോളെ? ഇതിലൊരു വോയിസ് റെക്കോർഡ് ഉണ്ട് അച്ഛാ. ചിലപ്പോൾ എൻ്റെയും വിനുവേട്ടൻ്റെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒന്ന്. അച്ഛനെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ സമയം വരെ അച്ഛനത് കേൾക്കരുത്. ശരി മോളെ. ബാമ പടിയിറങ്ങി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അവളെ നോക്കി നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കണ്ടത്. അവൾ വിനുവിൻ്റെ റൂമിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അകത്തേക്ക് കയറാതെ അവൾ തിരികെ പോന്നു. എന്തുകൊണ്ടോ അവൾക്ക് അകത്തോട്ട് കയറി അവനെ കാണാൻ തോന്നിയില്ല. അവൾ സ്കൂളിലെത്തി സ്റ്റാഫ് റൂമിൽ പോയി ബാഗ് വെച്ചതിനു ശേഷം അവൾ അഞ്ജനയുടെ ക്ലാസ്സിലേക്ക് പോയി. അഞ്ജന. ക്ലാസ്സിലേക്ക് കയറി അവൾ നീട്ടി വിളിച്ചു. ബാമയുടെ വിളി കേട്ട് ഡെസ്കിൽ തലവെച്ച് കിടക്കുവായിരുന്ന അഞ്ജന തലപൊക്കി എണീറ്റു. എന്തുപറ്റി കുട്ടിക്ക്? തലവേദനയാണോ? ടീച്ചറാണെന്നറിഞ്ഞതും പെട്ടെന്ന് അഞ്ജന ബെഞ്ചിൽ നിന്നും എണീറ്റു നിന്നു. അറിയില്ല ടീച്ചർ, ഇന്നലെ തുടങ്ങിയതാ, അവളിടറിയ ശബ്ദത്താലെ പറഞ്ഞു. ബാമ അഞ്ജനയ്ക്കടുത്തേക്ക് ചെന്നു. പനി വല്ലതുമുണ്ടോ കുട്ടിക്ക്? അവളൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. വരൂ, ഞാൻ ടാബ്ലറ്റ് തരാം. ഏയ് വേണ്ട ടീച്ചർ, അത് മാറിക്കോളും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എക്സാം എഴുതേണ്ടതല്ലേ. വരൂ. ബാമ വേഗം ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ടീച്ചർ, ഇതെങ്ങോട്ടാ? ബാമയുടെ പിറകെ വന്ന അഞ്ജന ബാമ പിറകിലേക്ക് പോകുന്നത് കണ്ട് സംശയത്തോട് ചോദിച്ചു. അഞ്ജനൻ്റെ കൂടെ വരൂ. ബാമ അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അഞ്ജന ബാമയുടെ പിറകെ പോയി. ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി ബാമ നിന്നു.
ഇനി പറ, കുട്ടിക്ക് എന്താ പറ്റിയത്? എന്നോടൊന്നും മറക്കണ്ട, ഞാനെല്ലാം അറിഞ്ഞു. അഞ്ജന ഞെട്ടിപ്പോയി. ടീച്ചറെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവളൊരു പൊട്ടിക്കരച്ചിലോടെ ഭാമയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആളുകളെ തിരിച്ചറിഞ്ഞ ഭാമയും ഞെട്ടിപ്പോയി. ഞാൻ സംശയിച്ചത് ശരിയാണ്, ഇതിനു പിന്നിൽ അയാൾ തന്നെയാണ്. എന്താ മോളെ ഇത്? പെൺകുട്ടികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നിനക്കിത് വീട്ടിൽ പറയാമായിരുന്നില്ലേ? എനിക്ക് പേടിയാ ടീച്ചർ. അച്ഛൻ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നേ. പിന്നെ കുറച്ച് ദേഷ്യവുമുണ്ട്. അച്ഛൻ എനിക്ക് പേടിയാ ടീച്ചർ. സാരമില്ല, കണ്ണു തുടയ്ക്ക്. അവൾ അഞ്ജനയെ സമാധാനപ്പെടുത്തി. ഇനി ഞാൻ പറയും പോലെ നീ കേൾക്കണം. ഒരു ടെൻഷനുമില്ലാതെ എക്സാം എഴുതണം. നിന്റെ കൂടെ ഞാനുണ്ട്. ഇന്ന് അവരുടെ കള്ളക്കളി നമുക്ക് എല്ലാവരുടെയും മുന്നിൽ തെളിവോടുകൂടെ തെളിയിച്ചു കൊടുക്കണം. അഞ്ജന തലയാട്ടി. അവൾക്കിപ്പോൾ മനസ്സിലൊരാശ്വാസം വന്നതുപോലെ തോന്നി. അവർ പറഞ്ഞ സമയത്ത് നീ അവിടെ ചെല്ലണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. ഭാമ അവൾക്ക് ധൈര്യം പകർന്നു. പിന്നെ ഒരു കാരണവശാലും നീ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അവർക്ക് സംശയമുണ്ടാകും. വീണ്ടും കുറെ കാര്യങ്ങൾ ഭാമ അവളോട് പറഞ്ഞു. ഭാമ കൊടുത്ത ധൈര്യത്തിൽ അവളെല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് പോയി. പെട്ടെന്ന് അടിവയറ്റിലൊരു കൊളുത്തിപ്പിടി പോലെ തോന്നി ഭാമയ്ക്ക്. കുറച്ചു കഴിഞ്ഞതും അത് പോവുകയും ചെയ്തു. വരാനിരിക്കുന്ന അപകടമറിയാതെ ഭാമ സ്റ്റാഫ് റൂമിലേക്കും പോയി. പരീക്ഷാ ഹാളിൽ നിൽക്കുമ്പോഴും ഭാമയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവളത് കാര്യമാക്കിയെടുത്തില്ല. കൃത്യം 12-ക്ക് എക്സാം കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞതും അഞ്ജന നേരെ ഗ്രൗണ്ടിൽ പോയിരുന്നു. ഭാമ സ്റ്റാഫ് റൂമിലേക്കും പോയി. എല്ലാവരും പോകാൻ വേണ്ടി ഭാമ വെയിറ്റ് ചെയ്തു. 2 മണിയോടടുപ്പിച്ച് എല്ലാ ടീച്ചർമാരും പോയി. ഇനി അവിടെ ഇരുന്ന് ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി ഭാമ ബാഗും ഫോണും കയ്യിലെടുത്ത് അഞ്ജനയുടെ അടുത്തേക്ക് പോയി. ടീച്ചറെ, എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട, ഞാനില്ലേ. പിന്നെ നീ ഇപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് പൊക്കോ. മധു ഗേറ്റ് പൂട്ടി. ഇനി അവിടെ ആരുമില്ല. നിന്റെ പിറകെ ഞാനങ്ങ് എത്തിക്കോളാം. അഞ്ജന ദയനീയമായി ഭാമയെ നോക്കി തലയാട്ടി പേടിയോടെ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. മെമ്മറി കാർഡും കയ്യിൽ പിടിച്ച് കുറച്ചു നേരമായി അശോകൻ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മനസ്സിലാകെ വല്ലാത്തൊരു പേടി പോലെ. ഭാമ പറഞ്ഞ സമയമായതും അയാൾ മെമ്മറി കാർഡ് ഫോണിലേക്കിട്ട് അതിലുണ്ടായിരുന്ന വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തു. അതിൽ നിന്നും കേട്ട കാര്യങ്ങളും ശബ്ദത്തിൻ്റെ ഉടമകളെയും തിരിച്ചറിഞ്ഞ അശോകൻ ഞെട്ടിപ്പോയി. അപ്പോൾ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലേ എൻ്റെ കുഞ്ഞ്? അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അയാൾ വേഗം പുറത്തേക്കിറങ്ങി. പാടത്തുനിന്ന് കുറച്ച് പണിക്കാരെയും കൂട്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടു. അഞ്ജന പോയി കുറച്ച് കഴിഞ്ഞതും ഭാമയ്ക്ക് നല്ല വയറുവേദന തുടങ്ങി. ആദ്യം ചെറുതായി ഉണ്ടായിരുന്ന വേദന ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. വേദന കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിലേക്കിരുന്നു. കുറച്ച് സമയം കൂടെ എൻ്റെ മക്കൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ പുറത്തേക്ക് വരാൻ ബഹളം വയ്ക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടി 1/2 മണിക്കൂർ കൂടി എൻ്റെ മക്കൾ കാത്തിരിക്കില്ലേ? അവൾ വയറിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ സംസാരം തിരിച്ചറിഞ്ഞതുപോലെ പെട്ടെന്ന് വേദന കുറഞ്ഞതുപോലെ ഭാമയ്ക്ക് തോന്നി. അവൾ കൈ രണ്ടും തറയിൽ കുത്തി പതിയെ എണീറ്റു നിന്നു. കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അതിൽ ലൈവ് ബട്ടൺ അമർത്തി. എന്നിട്ട് ഇതുവരെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ എല്ലാവരോടും പറഞ്ഞു. ഒരുപാട് പേര് അവൾക്ക് പിന്തുണയായി എത്തി. പെങ്ങളെ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ, ഞാനും എൻ്റെ കൂട്ടുകാരും ഉടൻ തന്നെ അവിടെ എത്തും. അതിൽ വന്നൊരു അഭിപ്രായം അവൾ വായിച്ചു. അവൾ ഫോണുമായി ആരും കാണാതെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൻ്റെ മുൻവശത്തുള്ള ജനൽപ്പാളികൾ ഒന്ന് ഇളകി ഇരിക്കുകയായിരുന്നു. അതിലൂടെ അവൾ അകത്തു നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കാണാമായിരുന്നു. അഞ്ജനയുടെ കൂടെ 3 പേര് സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഗംഗാധരനും PTA പ്രസിഡന്റും പിന്നെ അവിടുത്തെ പിയൂൺ മാധവും. അവളെല്ലാവരെയും കൃത്യമായി ഫോണിൽ പകർത്തി. അഞ്ജന കരഞ്ഞു യാചിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന്. അവർ അത് ചെവിക്കൊള്ളുന്ന പോലുമില്ല. ഇവർക്കുമില്ലേ ഇതേ പ്രായത്തിലുള്ള മക്കളും ചെറുമക്കളും? എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ? ഭാമയുടെ ഉള്ളു നേറി. അവൾക്ക് അടിവയറ്റിലൂടെ വേദന കൂടിക്കൂടി വന്നു. ഭാമ ഒരുവിധം ആ വേദന കടിച്ചു പിടിച്ചു നിന്നു. ഇനിയും ഇങ്ങനെ നിന്ന അവളെ അവർ ഉപദ്രവിക്കും. ഭാമ രണ്ടും കൽപ്പിച്ച് വാതിൽക്കിലേക്ക് നീങ്ങി. അവർ അഞ്ജനയുടെ ഡ്രസ്സിൽ പിടുത്തമിട്ടു. വേഗം ഊരിമാറ്റ സമയമില്ല, മധു അഞ്ജനയോട് കൽപ്പിച്ചു. പെട്ടെന്നാണ് ഡോറ് തള്ളി തുറന്ന് ഭാമ അകത്തേക്ക് കയറിയത്. എല്ലാവരും ഞെട്ടലോടെ വാതിൽക്കിലേക്ക് നോക്കി. ഭാമയെ അവിടെ പ്രതീക്ഷിക്കാത്ത അവർ ഒന്ന് പേടിച്ചു പോയി. കൊള്ളാം, നീ പോയില്ലായിരുന്നോ? പെട്ടെന്ന് പ്രിൻസിപ്പൽ അതർച്ച മറച്ചു വെച്ച് അവളോട് ചോദിച്ചു. ഞാൻ പോയിരുന്നുവെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. ഓഹോ, അപ്പം നീ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവ് തന്നെയാണല്ലേ? അപ്പം നമുക്ക് എളുപ്പമായല്ലോ സാറേ. മധു അവളെ പരിഹസിച്ചു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
ഇനി ഇവളുടെ പ്രസവം കഴിയുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ഇവളുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമുണ്ടാക്കണം. അതെ പ്രസിഡന്റ്, ഇവൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങ് സുഖിപ്പിക്കാം. ഛേ! ഭാമ റപ്പോടെ മുഖം തിരിച്ചു. പ്രിൻസിപ്പൽ അവൾക്കടുത്തേക്ക് നടന്നു. ഭാമ പുറകിലേക്ക്. ടീച്ചറെ, ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്നെക്കുറിച്ച് ഓർക്കണ്ട, വേഗം പോയിക്കോ. അഞ്ജന ഭാമയെ നോക്കി വിളിച്ചു കൂവി. ഇല്ല മോളെ, നിന്നെ ഈ വേട്ടപ്പട്ടികൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് എനിക്കൊരു രക്ഷപ്പെടൽ വേണ്ട. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇനിയും ഇതുപോലൊരു കുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല. പറഞ്ഞു തീർന്നതും ഗംഗാധരൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. നീ ആരുടെ? സത്യാവതിയായ ഭാമയോ? അടിയിൽ അവളുടെ കയ്യിലിരുന്ന ഫോൺ തെറിച്ച് താഴേക്ക് വീണു. അയാൾ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. മധു പെട്ടെന്ന് അവളുടെ മാറിലെ സാരി വലിച്ചൂരി. അയ്യോ ടീച്ചറൊന്നും ചെയ്യല്ലേ, എന്നെന്ത് വേണേ ചെയ്തോ? അഞ്ജന പൊട്ടിക്കരഞ്ഞു. ഭാമയുടെ അടുത്തേക്ക് പോയി അവളെ പ്രസിഡന്റ് ബലമായി പിടിച്ചു വെച്ചു. നിന്നെ സഹായിക്കാൻ വന്നതല്ലേ അവള്, അപ്പം നീ കാണ് അവൾ സുഖം കൊണ്ട് വിളിക്കുന്നത്. ഭാമ സർവശക്തിയും എടുത്ത് പ്രതികരിച്ചു കൊണ്ടിരുന്നു. അടങ്ങി നിൽക്കടി. അവരവളെ ബലമായി പിടിച്ചു വെച്ചു. വയറിലെ വേദനയെക്കാളും ഒരിക്കൽ കൂടി പേപ്പട്ടികൾക്ക് മുന്നിൽ തൻ്റെ മാനം അടിയറവ് വെക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചു നേറി. ഒരിക്കൽ തങ്ങളുടെ പിറകെ വന്ന നിന്റെ ഭർത്താവിനെ ഞങ്ങൾ കുരുക്കി. വീണ്ടും അവൻ ഞങ്ങൾക്കൊരു വിലങ്ങുതടിയായപ്പോൾ അവനെ ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് തുടച്ചു നീക്കി. പിന്നെ നിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് വിനു, അവനും കുറച്ച് ചോരത്തിളപ്പ് കൂടുതലായിന്ന് തോന്നി. അവനെയും ഞങ്ങൾ കിടത്തി. ഇനി നീ, ഇന്നുകൊണ്ട് നിനക്കും ഒരു അവസാനമാണ്. പറഞ്ഞതും അയാൾ ഭാമയെ നിലത്തേക്ക് പിടിച്ചു തള്ളി. ഭാമ മലർന്ന് നിലത്തേക്ക് വീണു. അഞ്ജന അലറിക്കരഞ്ഞതും അയാൾ അവളുടെ വാപൊത്തി പിടിച്ചു. നിലത്തേക്ക് വീണതും നട്ടലിൽ നിന്നും ഒരു തരിപ്പ് താഴേക്ക് ഇറങ്ങും പോലെ തോന്നി ഭാമയ്ക്ക്. ഒന്ന് വാ തുറന്ന് നിലവിളിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കാലിൽ കൂടെ രക്തം നിലത്തേക്ക് ഒഴുകിയിറങ്ങി. പതിയെ ഭാമയുടെ കണ്ണുകൾ അടഞ്ഞു. ഭാമയുടെ ദേഹത്തുണ്ടായിരുന്ന സാരി അയാൾ വലിച്ചൂരി. സർ, നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനാണോ? അത് ഗർഭിണിയായ സ്ത്രീയല്ലേ? നിങ്ങൾക്കും ഇല്ല ഇതുപോലെ ഭാര്യയും മക്കളും? എന്നെന്ത് വേണോ ചെയ്തോ, ടീച്ചറെ വെറുതെ വിടൂ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ടീച്ചർ മരിച്ചു പോകും. അഞ്ജന അലറി വിളിച്ചു പറഞ്ഞു. ഇവളിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ചാകുന്നത് തന്നെയാ നല്ലത്. നീ ടെൻഷൻ ആകണ്ട, കൂടെ നിന്നെയും പറഞ്ഞയക്കാം. അയാൾ ഉറക്കെ ചിരിച്ചു പറഞ്ഞു. പെട്ടെന്ന് ഡോറ് തള്ളി തുറന്നൊരു കൂട്ടം ചെറുപ്പക്കാരകത്തേക്ക് ഇരച്ചു കയറി. ആളുകളെ കണ്ടവരൊന്ന് ഭയന്നു. ഇവർ എങ്ങനെ അറിഞ്ഞു? അവർ പരസ്പരം നോക്കി. കൊല്ലടാ ഇവന്മാരെ, ഒരുവൻ വിളിച്ചു കൂവി. നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരെയും മക്കളും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യല്ലേ? നിന്നെ പോലുള്ളവന്മാരാണ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കന്മാരെ കൂടെ പറയിപ്പിക്കുന്നത്. നീയൊക്കെ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. പറഞ്ഞു തീർന്നതും അവർ 3 പേരെയും തല്ലിച്ചതച്ചു. ജീവന് വേണ്ടി അവർ അലറി വിളിച്ചു. നിനക്കൊക്കെ ഇപ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ? ഇതുപോലെയല്ലേ ഓരോ പെൺകുട്ടികളും അവരുടെ മാനത്തിനു വേണ്ടി നിന്റെയൊക്കെ മുന്നിൽ യാചിക്കുന്നത്? വിദ്യ പറഞ്ഞു കൊടുക്കേണ്ട നീയൊക്കെ ഓരോ കുഞ്ഞുങ്ങളെയും നിന്റെയൊക്കെ കാമക്കണ്ണുകൾ വെച്ചല്ലേ നോക്കിയത്? നിന്നെയൊക്കെ വിശ്വസിച്ചല്ലേ ഞങ്ങളുടെ മക്കളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്? നീയൊക്കെ ഇത് വെച്ചല്ലേ ആളാകുന്നത്? പറഞ്ഞു തീർന്നതും ഒരാൾ പ്രിൻസിയുടെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. ഈ സാധനം വെച്ചല്ലേ നീയൊക്കെ പെൺകുട്ടികളെ വില പറയരുത്. അത് നിനക്കിനി വേണ്ട. അയാൾ അലറി കരഞ്ഞു. ലൈവ് കണ്ട ആളുകൾ ഓരോരുത്തരായി അവിടേക്ക് പാഞ്ഞു വന്നു. സ്കൂൾ മൊത്തത്തിൽ ജനപ്രളയമായി. ഭാമയെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയി. കൂടെ അഞ്ജനയെയും വിട്ടു. പത്രക്കാരും ടിവിക്കാരും പോലീസുകാരും എല്ലാവരും എത്തിച്ചേർന്നു. ആളുകൾ അടിച്ച് അവശരാക്കി അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈവായി എല്ലാവരും കണ്ടതിനാൽ കൂടുതൽ തെളിവൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. സിറ്റി ഹോസ്പിറ്റൽ. ഭാമയെ ലേബർ റൂമിൽ കയറ്റിയിട്ട് 1 മണിക്കൂറായി. അശോകൻ സ്കൂളിലെത്തിയപ്പോഴേക്കും ഭാമയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിരുന്നു. അയാൾ ഉടനെ തന്നെ വീട്ടിൽ വിളിച്ച് അവരോട് ആവശ്യമുള്ള സാധനങ്ങളുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അയാൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഭാമയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. പുറത്ത് പത്രക്കാരും ചാനലുകാരും നിറഞ്ഞിട്ടുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് ഈ അവസ്ഥയിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഭാമയുടെ അവസ്ഥ എന്താണെന്നറിയാനായി ആളുകളും തടിച്ചുകൂടി. ലേബർ റൂമിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്കിറങ്ങി. സർ, മേഡത്തിൻ്റെ അവസ്ഥ എന്താണ്? ഡെലിവറി കഴിഞ്ഞു? അമ്മയും കുഞ്ഞുങ്ങൾ സുഖമായിരിക്കുന്നു? പത്രക്കാർ ഡോക്ടറിനു ചുറ്റും തടിച്ചുകൂടി. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇത് ലേബർ റൂമും. നിങ്ങൾ പുറത്ത് നിൽക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. സർ, മോൾക്ക് എങ്ങനെയുണ്ട്? അശോകൻ ഡോക്ടറിനോട് ചോദിച്ചു. നിങ്ങൾ? ഞാൻ അവളുടെ അച്ഛനാണ്. ഓ, ഭാമയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഉറപ്പിച്ച് പറയാനിപ്പോൾ പറ്റില്ല.
പിന്നെ നിങ്ങൾ ഇതിലൊന്നും ഒപ്പിട്ട് തരണം. സുഖപ്രസവം നടക്കില്ല, സിസേറിയൻ വേണം. അശോകൻ ഡോക്ടർ കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. ഡോക്ടർ പേപ്പറുമായി അകത്തേക്ക് കയറിപ്പോയി. മണിക്കൂറുകൾ പൊയ്ക്കൊണ്ടിരുന്നു. സുധയും ജയയും ഹോസ്പിറ്റലിലെത്തി. എല്ലാവരെയും കണ്ട് കാര്യമറിയാതെ അവർ ഭയന്നു. അശോകൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജയ തളർന്ന് കസേരയിലേക്കിരുന്നു. സുധ അവരെ സമാധാനപ്പെടുത്തി. ജയെ, മോൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കാതിരിക്ക്. പെട്ടെന്നാണ് ലേബർ റൂമിൻ്റെ ഡോറ് തുറന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്നത്. ബാമയുടെ ഡെലിവറി കഴിഞ്ഞു, ആൺകുഞ്ഞുങ്ങളാണ്. എല്ലാവരുടെയും മുഖം സന്തോഷത്താൽ വിടർന്നു. സിസ്റ്ററെ, എൻ്റെ മോൾ സുഖമായിട്ട് കിടക്കുന്നില്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുധ ആശങ്കയോട് ചോദിച്ചു. ബാമയുടെ അവസ്ഥ കുറച്ച് മോശമാണ്, കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിസ്റ്റർ ഒന്ന് പറഞ്ഞു നിർത്തി. എന്താ സിസ്റ്ററെ, ഒന്ന് പറയുന്നുണ്ടോ? ജയ അലറി. ബ്ലീഡിങ് കൂടുതലാണ്, ഡോക്ടർ നോക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. അത്രയും പറഞ്ഞ് നഴ്സ് അകത്തേക്ക് പോയി. അയ്യോ എൻ്റെ മോളെ, ജയ അലറി കരഞ്ഞു. ബാക്കിയുള്ളവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാർത്ത, ബാമ ടീച്ചർ പ്രസവിച്ചു, ആൺകുട്ടികളാണ്. ടീച്ചറിന്റെ നില ഗുരുതരമാണ്. ഇപ്പൊന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. TV-യിൽ ബാമയുടെ വാർത്ത ലൈവായി പോയിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾ വളരെ വേഗം പൊയ്ക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സും നഴ്സുമാരും അകത്തേക്കും പുറത്തേക്കും പാഞ്ഞുകൊണ്ടിരുന്നു. പുറത്ത് അക്ഷമരായി ബാമ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കാനായി എല്ലാവരും കാത്തിരുന്നു. അച്ഛാ, എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വിനുവേട്ടനെ കൂടെ അവിടെ കൊണ്ടുവരണേ. മക്കളെ ആദ്യമായി കാണേണ്ടത് അദ്ദേഹമാണ്. അച്ഛൻ എനിക്ക് വാക്ക് തരില്ലേ? വാക്ക് മോളെ, അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. പെട്ടെന്നാണ് ബാമയുടെ വാക്കുകൾ അശോകന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അശോകൻ ജയയോടും സുധയോടും വിവരം പറഞ്ഞ് വേഗം തന്നെ ആംബുലൻസുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും വിനുവിനെ ആംബുലൻസിലേക്ക് എടുത്തു കിടത്തി. എന്താണ് സംഭവമെന്നറിയാതെ വിനുവും ഒന്നനങ്ങാൻ പറ്റാതെ കിടന്നു. ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടറിനെ കണ്ടതും ജയയും സുധയും അടുത്തേക്ക് ചെന്നു. ടെൻഷൻ വേണ്ട, ബാമ സുഖമായിരിക്കുന്നു. ആ വാർത്ത കേട്ടതും സന്തോഷത്തിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? ജയ ആവേശത്തോട് ചോദിച്ചു. കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും, അപ്പോൾ നിങ്ങൾക്ക് അമ്മയും കുഞ്ഞിനെയും കാണാം. അത്രയും പറഞ്ഞ അയാൾ അവിടെ നിന്നും പോയി. കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞുങ്ങളെ കാണുന്ന സന്തോഷത്തിലായിരുന്നു എല്ലാവരും. വിനുവിനെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. പ്രതികരിക്കാനാവാതെ അവനും സ്ട്രെച്ചറിൽ കിടന്നു. റൂമിന്റെ ഡോറ് തുറന്ന അശോകൻ വിനു കിടക്കുന്ന സ്ട്രെച്ചറുമായി അകത്തേക്ക് കയറി. പാതി മയക്കത്തിൽ തൻ്റെ ജീവന്റെ പാതി അവിടെ എത്തിയത് അവളും കണ്ടിരുന്നു. അവൾക്ക് ഇരു സൈഡിലുമായി മക്കളും കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ട അശോകന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തൂവി. അയാൾ ചെറുമക്കളിൽ ഒരാളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ അരുമയായി ഉമ്മ വെച്ചു. എന്നിട്ട് വിനുവിൻ്റെ നെഞ്ചിലേക്കായി കിടത്തി. ഡാ, ഇനിയെങ്കിലും ഒന്ന് എണീക്കടാ, നിന്റെ മോന. രണ്ടുപേരും സുഖമായിട്ടിതായിരിക്കുക. നിനക്ക് കാണണ്ടേ? എണീറ്റ് വാ മോനെ. അയാൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവനോട് കെഞ്ചി. നിനക്ക് മാറോട് ചേർത്തുറക്കണ്ടേ? നിനക്ക് ഞാൻ പാടിത്തന്നതുപോലെ പാട്ടുകൾ പാടിക്കൊടുക്കണ്ടേ? ഇവരുടെ അച്ഛ എന്നുള്ള കൊഞ്ചുവിളി കേൾക്കണ്ടേ? കണ്ടു നിന്നവർക്കാർക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ക്യാമറ കണ്ണുകൾ ആ കാഴ്ച ഒപ്പിയെടുത്തു. ബാമ പതിയെ ബെഡിൽ നിന്നും എണീറ്റു. മോളെ വേണ്ട, നിനക്കിപ്പം നിൽക്കാൻ പറ്റില്ല. ജയ അവളെ തടഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. ബാമ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കൂടെ എടുത്ത് വിനുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മറു സൈഡിൽ കിടത്തി. ഇപ്പോൾ ഒരാൾ നെഞ്ചിലും ഒരാൾ കയ്യിലുമായി കിടപ്പുണ്ട്. വിനുവേട്ടാ, ഞാൻ ഏട്ടന് തന്ന വാക്ക് പാലിച്ചു. എന്നോട് ഒരാളെ ചോദിച്ചു, പക്ഷെ ഞാൻ 2 പേരെ തന്നു. ഇനി ഇവർ അച്ഛൻ്റെ തണലിൽ വേണം വളരാൻ. ഏട്ടന് കാണണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെ? അവൾ വിനുവിനെ കുലുക്കി വിളിച്ചു. നെഞ്ചിൽ കിടന്ന കുഞ്ഞു ഉറക്കെ കരഞ്ഞു. പെട്ടെന്നാണത് സംഭവിച്ചത്. അവൻ്റെ വലത് കൈ പെട്ടെന്നുയർന്നു. നെഞ്ചിൽ കിടന്ന കുഞ്ഞിനെ അവൻ മാറോട് ചേർത്തു. ആ കാഴ്ച കണ്ട് സുധയും ജയയും പൊട്ടിക്കരഞ്ഞു. അവൻ മറുകൈയാൽ അവനെ ചേർത്തു പിടിച്ചു. അവൻ്റെ വായിൽ നിന്നും വ്യക്തമല്ലാത്ത വാക്കുകൾ പുറത്തേക്ക് വന്നു. അശോകൻ കുഞ്ഞുങ്ങളെ അവൻ്റെ അടുത്ത് നിന്നെടുത്ത് ജയയുടെയും സുധയുടെയും കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവനെ പതിയെ എണീപ്പിച്ചിരുത്തി. അച്ഛാ, മോനെ. അശോകൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിനക്ക് നിന്റെ മക്കളെ കാണണ്ട മോനെ. അയാൾ മക്കളെ വാങ്ങി അവൻ്റെ മടിയിലേക്ക് വെച്ചു. വിനുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റ് വീണുകൊണ്ടിരുന്നു. ജയ പൊട്ടിക്കരഞ്ഞ് അവനെ മാറോട് ചേർത്ത് പിടിച്ചു. അവൻ കൺകുളിർക്കെ തൻ്റെ പൊന്നോമനകളെ കണ്ടു. ക്യാമറ കണ്ണുകൾ ആ കാഴ്ച പകർത്തി. എല്ലാവരും നിറഞ്ഞ കണ്ണുകളാൽ പുറത്തേക്കിറങ്ങി. ബാമയെയും വിനുവിനെയും തനിച്ചു വിട്ട് ബാക്കിയുള്ളവരും പുറത്തിറങ്ങി. വാ, അവൻ ബാമയെ നോക്കി വിളിച്ചു.
അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ എൻ്റെ പെണ്ണ്? അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി. ഏയ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ഇതൊരു കഷ്ടപ്പാടാണോ? എൻ്റെ ഏട്ടനല്ലേ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. എനിക്കെല്ലാം അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് മധുവായിൻ്റെ തലയിൽ കമ്പി കൊണ്ടടിച്ചത്. രക്തം വാർന്ന നിലത്ത് കിടന്ന എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന മഹേഷിനെ ഞാൻ അവ്യക്തമായി കണ്ടിരുന്നു. അയാൾ എന്നെ വാരിയെടുക്കുന്നതും എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതും ഞാൻ അറിഞ്ഞു. പിന്നെ പതിയെ കണ്ണുകൾ അടഞ്ഞുപോയി. പിന്നെ ബോധം വന്നപ്പോൾ ഒന്ന് സംസാരിക്കാനോ അനങ്ങാനോ കഴിയുന്നില്ല. അവരാണ് കള്ളന്മാരെന്ന് അലറി വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അയാൾ നല്ലവനെ പോലെ കൂടെ നിന്നെല്ലാം ചെയ്തു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അവനൊന്ന് പറഞ്ഞു നിർത്തി. ഇനി എൻ്റെ പെണ്ണ് പറ, സ്കൂളിൽ വെച്ചെന്താ സംഭവിച്ചത്? അവൾ സ്കൂളിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി അവനോട് പറഞ്ഞു. നീ എന്ത് ധൈര്യത്തിലാ പെണ്ണെ ആ വേദനയിലും അവർക്ക് മുന്നിലേക്ക് ചെന്നത്? ഞാനെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാ പോയത്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ കൂടെ താമസിച്ച ആ കുട്ടിയെ അവരെല്ലാവരും ചേർന്ന്. എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല വിനുവേട്ട. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായത്. ഭാഗ്യം നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടിയില്ലേ. അകത്തേക്ക് കയറിയപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അച്ഛൻ പെട്ടെന്ന് എത്തുമെന്ന്. പക്ഷേ കുറച്ച് വൈകിപ്പോയി. എന്തായാലും അവരെ പിടിക്കാൻ കഴിഞ്ഞല്ലോ. ഇനി ഇതുപോലെ ഒരുത്തനും ചെയ്യാൻ ധൈര്യം കാണിക്കില്ല, അവളൊന്ന് പറഞ്ഞു നിർത്തി. അവൻ അവളെ മാറോട് ചേർത്തു. ഇപ്പോൾ ഇവൾ എൻ്റെ മക്കളുടെ അമ്മ കൂടിയാണ്, ഞാൻ അച്ഛനും. അതോർക്കവേ അവൻ്റെ മനസ്സ് സന്തോഷത്താൽ അലയടിച്ചു. 1 വർഷത്തിനു ശേഷം. ബാമേ, നീ റെഡിയായില്ലേ? വിനു അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. കയ്യിലിരുന്ന കുഞ്ഞ് തറയിലേക്ക് ഇറങ്ങാനായി ബഹളം വെച്ചു. യദു, അവൻ ശാസനയോടെ വിളിച്ചു. യദു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി 2 കുഞ്ഞിപ്പല്ലുകൾ കാണിച്ച് ചിരിച്ചു. ഈ ചിരിക്കുന്ന ആളാണ് യദുകൃഷ്ണൻ. ഞാൻ ദാ വരുന്നു ഏട്ടാ, നിങ്ങളുടെ മോൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇഴഞ്ഞോടുവാ, ബാമ റൂമിൽ നിന്ന് മറുപടി പറഞ്ഞു. ആ ഇഴഞ്ഞോടുന്ന ആളില്ലേ, അതാണ് ഋതുകൃഷ്ണൻ. ആളൊരു കലിപ്പനാണ്, അച്ഛനെ പോലെ. യദു ബാമയെ പോലൊരു പാപവും. രണ്ടിനെയും ഒരുമിച്ച് നിർത്തിയാൽ പിന്നെ പറയണ്ട, പൂരമാണ്. ബാമ കുഞ്ഞിനെയും ഒരുക്കി താഴേക്ക് വന്നു. അവിടെ അവരെ കാത്ത് സുധയും ജയും അശോകനും അവരെ കൂടാതെ അലീന സിസ്റ്ററും നിൽപ്പുണ്ട്. ഇന്നവർ ബാംഗ്ലൂർ പോകുവാണ്, വിനുവിൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക്. അവർ പോകുമ്പോൾ അശോകനും ജയയും സുധയും അലീന സിസ്റ്ററിൻ്റെ കൂടെ സ്നേഹതീരത്തേക്ക് പോകും. കേസെല്ലാം തീരുന്നത് വരെയാണ് അവർ നാട്ടിൽ നിന്നത്. വിനു സ്കൂളിൽ നിന്നും രാജിവെച്ചു. മഹേഷിൻ്റെ ഭാര്യ ഡിവോഴ്സ് വാങ്ങിപ്പോയതും അയാൾ മാളു ടീച്ചറെ വിവാഹം കഴിച്ചു. കുറ്റവാളികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. പുതിയ പ്രിൻസസ് സ്കൂളിൽ ചാർജ് എടുത്തു. മുറ്റത്തൊരു കാറ് വന്നു നിന്നതും വിനു കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ലഗേജുകളെല്ലാം കാറിലേക്ക് എടുത്തു വെച്ചു. പിന്നെ അവിടെ യാത്രയപ്പം കരച്ചിലും ബഹളവുമായി. എന്തിനാ അമ്മ കരയുന്നേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരുമല്ലോ, നിങ്ങൾക്കും അങ്ങോട്ട് വരാമല്ലോ. ബാമജയെ സമാധാനപ്പെടുത്തി. സമയമായി, മോളി ചെല്ല്. അശോകൻ അവളെ നിർബന്ധിച്ച് കാറിനടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവൾ കാറിലേക്ക് കയറിയതും കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ബാമ എല്ലാവരെയും കൈവീശി കാണിച്ചു. കാറ് പതിയെ മുന്നോട്ട് നീങ്ങി. അവർ പോയതിനു പിന്നാലെ ബാക്കിയുള്ളവരും സ്നേഹതീരത്തേക്ക് പുറപ്പെട്ടു. ബാമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങി. അത് കണ്ട് വിനു അവളെ നെഞ്ചോടി ചേർത്ത് പിടിച്ചു. അയ്യേ, നാണക്കേട് തന്നെ. അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് നീ കരയുവാണോ? എന്തോ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്ന് നിറയുവാ വിനുവേട്ട. നമ്മൾ എന്നേക്കുമായി പോകുന്നതല്ലല്ലോ, എപ്പോൾ വേണോ തിരിച്ചു വരാലോ. പിന്നെ പെണ്ണെ, ഞാനൊരു കാര്യം പറയാം. എന്താ? അവൾ ആകാംക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പതിയെ അവളുടെ ചെവിയിലായി പറഞ്ഞു. 1 വർഷമായി ഞാൻ പട്ടിണിയാണ്. ഇനിയെങ്കിലും എന്നെ നീ ഒന്ന് പരിഗണിക്കുമോ? അയ്യേ, പോ മനുഷ്യ, നാണമില്ലേ? ഞാനെന്തിനു നാണിക്കണം? എൻ്റെ പെണ്ണിനോടല്ലേ ചോദിച്ചത്. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. അവനൊന്നുകൂടെ തൻ്റെ പാതിയെ നെഞ്ചിലേക്ക് ചേർത്തു. ബാമയുടെ കയ്യിലിരുന്ന് ഋതു ആഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടി. ആ, വിനു ഒന്ന് വിളിച്ചു. അച്ഛൻ്റെ മോൻ തന്നെ. ബാമ പൊട്ടിച്ചിരിച്ചു. അവളുടെ മനസ്സ് തുറന്നുള്ള ആ ചിരിയിൽ അവനും പങ്കുചേർന്നു.